ഫോൺ നോക്കി നോക്കി മടുത്ത്. ഇവിടെ ഒറ്റ മനുഷ്യരില്ലല്ലോ എനിക്കൊരു കമ്പനിക്ക് സംസാരിക്കാൻ പോലും എന്ത് കഷ്ടമാണ്. ബോറടിക്കണം എനിക്ക്. ഇവിടെ ഉള്ളവരെയൊക്കെ പറ്റിച്ചല്ല, വെറുതെ ഒരു രസത്തിന്. ആ നല്ല ഇടയായിരിക്കും കേട്ടോ. ഹലോ ചേച്ചി, എടി നീ എന്ത് ചെയ്യണേ? ഓ ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ച. എനിക്ക് പെട്ടെന്ന് നിന്റെ ശബ്ദം കേൾക്കണമെന്ന് തോന്നി. ഒന്നുമില്ലടി, ഒന്നുമില്ല. അച്ഛനും അമ്മയൊക്കെയാ? ആ ഇല്ല, ഞാൻ അവരെ വിളിച്ചോളാം. എനക്ക് സുഖമല്ലേ? ശരിയടി, വയ്ക്കാണ്. ശരി ചേച്ചി, മിസ് യു. എനിക്ക് വയ്യ, എന്തോ ഒരു സന്തോഷം. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു സ്റ്റാറ്റസ് ഇട്ടാലോ? എന്റെ അടുത്താണ്. കൊള്ളാം. എവിടെ ഇരിക്കുന്നത്? മക്കളെ എന്ത് എന്ത് ഒരുമാതിരി? ഒന്നുമില്ല, ഒന്നുമില്ല അപ്പോ. എന്തോ ഉണ്ടല്ലേ മക്കളെ? കാര്യം അപ്പൂപ്പന്റെ അടുത്ത് പറ. ഒരു കാര്യം ഇല്ല അപ്പോ. മക്കളെ ശ്രീകുട്ടി വഴക്ക് പറഞ്ഞ? എന്തോന്ന്? ശ്രീകുട്ടി വഴക്ക് പറഞ്ഞാണ്. എന്റെ മാമിയൊന്നും വഴക്ക് പറഞ്ഞില്ല. അപ്പൂന് എന്താണ് പ്രശ്നം? ഞാൻ ഇവിടെ ഇരിക്കണോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാ? അയ്യോ മക്കളെ എന്തിനാ പറഞ്ഞത്? ഞാൻ എണീച്ച് പോട്ടാ? അയ്യോ നീ ഇരുന്നോ. പനി ഉണ്ടോ മക്കളെ? എനിക്ക് പനിയൊന്നും ഇല്ല അപ്പോ. എനിക്കൊന്ന് കുറച്ചു നേരം ഒന്നും സ്വസ്ഥമായിട്ട് ഇരിക്കണം. എനിക്ക് മണിക്കുട്ടൻ വല്ലതും പറഞ്ഞ മക്കളെ? മാമ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ ഒന്ന് വെറുതെ ഇരിക്കട്ടെ അപ്പോ. വെറുതെ ഇവക്ക് എന്ത് പറ്റിയത്? അപ്പൊ ഞാൻ ഒന്ന് വെറുതെ ഇരിക്കട്ടെ. ഞാൻ പോണേ. അയ്യോ എന്നെ കൂടെ ജാതിനെ തോറ്റ്. പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റു ചൊല്ലി, കുഞ്ഞോളെ കുമ്മാളി മാമുണ്ട് ചാഞ്ചാട്. ആരാ ഈ നേരത്ത്? മോളോ? ആ മോളെ പറയൂ. പിങ്കിയോ? അവളിവിടെ ഉണ്ടല്ലോ. രാവിലെ ഒരു മിന്നായം പോലെ ഞാൻ കണ്ടായിരുന്നു. ഇല്ല, എനിക്കങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ. ആണോ? ഞാൻ നോക്കട്ടെ കേട്ടോ. ശരി ശരി, ഓക്കെ ബൈ. എന്തേ കൊച്ചി ഇങ്ങനത്തെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിരിക്കുന്നേ? ഇല്ല, രാത്രി ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. മാക്കൂ, മാക്കൂ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ.
അതെ, പറയാൻ തന്നെ ഞാൻ വന്നത്. കാര്യം എന്താ? പിങ്കിയുടെ സ്റ്റാറ്റസ് കണ്ടായിരുന്നോ? അവക്കെന്താടി സ്റ്റാറ്റസിന് കുറവ്? പുലിയുടെ വീട്ടിലെ പെങ്കൊച്ചല്ലയോ? അയ്യോ എന്റെ മാക്കു, സ്റ്റാറ്റസ് ഉണ്ടാവുമല്ലോ. അതല്ല മാക്കു, പിങ്കിയുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് കണ്ടായിരുന്നോ? അതൊക്കെ ഞാൻ എന്തിനാ കാണാൻ നടക്കുന്നേ? കാണണം, അറിയണം. റിങ്കി ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. പിങ്കിയുടെ സംസാരത്തിൽ എന്തോ കുഴപ്പമുണ്ട്, വാട്സാപ്പ് സ്റ്റാറ്റസ് ഒന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോഴല്ലേ ഇത് കേക്ക്. ഇനിയും അയ്യന്റെ ഓർമ്മകളെ വലിഞ്ഞു മുറുകുന്നുണ്ട് നീ, ഹൃദയം തേങ്ങുന്നുണ്ട്, കണ്ണ് നിറയുന്നുണ്ട്. അതാരാ അവളെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ വലിച്ചു ചുറ്റിയിരിക്കുന്നു? അത് തന്നെയാ ഞാൻ പറഞ്ഞത്, അത് നമുക്കൊന്നും അറിയണ്ടേ. എനിക്കൊന്നും പിടി കിട്ടുന്നില്ലടി. ഇവിടെ എവിടെയെങ്കിലും കാണുന്നുമില്ല, നമുക്ക് നോക്കിയാലോ? കാണുന്നില്ലേ? ഇല്ല. എന്താ പറ്റി അവക്ക്? അറിഞ്ഞൂടാ. എന്നാ പിന്നെ നമുക്ക് നോക്കാം. പിങ്കി, എന്താ പറ്റിയടി? എന്താ എന്താ പറ്റി മോളെ? എനിക്കൊന്നും പറ്റിയില്ല. നീ എന്താ വല്ലാതെ? എന്തെങ്കിലും വിഷമമുണ്ടോ? എന്തോന്ന് വിഷമം? എന്ത് മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നാ മതി. ഇച്ചിരി ഭക്ഷണം കഴിക്കാൻ കൂടെ. കഴിക്കാം. എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട. ഇച്ചിരി കഴിയടി. എനിക്ക് ഫുഡ് വേണ്ട, എനിക്കൊന്ന് സമാധാനം തന്നാ മതി. എനിക്ക് എടി മോളെ, നിനക്ക് എന്തോ പറ്റി? എനിക്കൊന്നും പറ്റില്ല, എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം, അത്രേ ഉള്ളൂ. പിങ്കി, ഓക്കേ. കുഴപ്പമില്ലേ? സാധാരണ അവൾ ഇങ്ങനെ മൂകയായിട്ട് നടക്കാറില്ല കൊച്ച്. ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്ക് നോക്കിയാലോ അവിടെ. ശ്രീകു, അവക്കെന്തോ സാരമായ പ്രശ്നമുണ്ട് കേട്ടോ. അത് എത്ര ആലോചിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് പിടി കിട്ടുന്നില്ല. ഇനി കോളേജിലും വല്ല പ്രശ്നമായിരിക്കോ? ഏയ്, കോളേജ് പ്രശ്നമൊന്നും കാണത്തില്ല, കാരണം അവള് കോളേജ് പോകാറില്ലല്ലോ. അതും ശരിയാ. മണിക്കിട്ടോ, ആ മാമ ഇരിക്ക. നീ പിങ്കിയെ വല്ലതും പറഞ്ഞ? ഇല്ല, ഞാൻ എന്താ പറയാന്? അല്ല, അവള് മുഖം വെച്ചിട്ട് അങ്ങനെ ദുഃഖഭാഗത്ത് നടക്കണത് ഞാനും അത് കണ്ടു മാമ. മാക്കു ശ്രദ്ധിച്ചായിരുന്നോ? രാവിലെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് പോലും അവള് വന്നില്ല. ശരിയാ, ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് അവള് വന്നിട്ടില്ലെങ്കിൽ ഉറപ്പാ അവക്ക് എന്തോ ഉണ്ട്. ഇനി വല്ല പ്രേമനൈരാശ്യമാണോ? അവക്കാകെയുള്ള പ്രേമം എന്ന് പറഞ്ഞാൽ ആഹാരത്തോടാണ്, അല്ലാതെ മനുഷ്യരോടൊന്നും അങ്ങനെ പ്രേമമുള്ളതായിട്ട് നമ്മുടെ അറിവില്ല. എന്തായാലും വീട് ഉറങ്ങിയത് പോലെ അതെ മാമ. അവളെ എനിക്ക് കല പിന്നെ മാക്കു വീണ്ടും സ്റ്റാറ്റസ്. ആരുടെ? പിങ്കിയുടെ. പിങ്കിക്ക് പിന്നെ സ്റ്റാറ്റസ് കാണത്തില്ലയോ? എന്റെ കുടുംബത്തിലെ മെമ്പർ ഇല്ലയോ? അതല്ല, വാട്സാപ്പ് സ്റ്റാറ്റസ്. എന്താ കണ്ടോ? അണയാൻ പോകുന്നത് ഈ ആളിക്കത്തും. ആളിക്കത്തുമല്ലോ. എന്റെ മാക്കു, അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാഞ്ഞിട്ടാ. ഈ പ്രായത്തിലുള്ള പെമ്പിള്ളേര് ഇങ്ങനത്തെ സ്റ്റാറ്റസ് ഇട്ടാലേ അത് സൂക്ഷിക്കണം, അപകടവാ. ആ ഇടി, അതെ, നീ ചെന്ന് അവള് ആഹാരം കഴിക്കാൻ വിളിക്കാം. ചെല്ലേ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ശരി. ശ്രീകു, ആ ഒന്ന് വന്നേ. വരുന്നു. എന്തി അവളെന്തി? റൂമിലാ. വിളിക്ക്. പിങ്കി, മോളെ പിങ്കി, പിങ്കി, പിങ്കി. കഴിക്കാം. മാമ ഇതങ്ങോട്ട് വെച്ച്. മാമ ഇച്ചിരി ചോറ്. മക്കളെ കഴിക്കും. കഴിക്കടി.
നുള്ളിപ്പറക്കിക്കൊണ്ടിരിക്കല്ലേ, കഴിക്ക്. നീ എന്തോ ഇത് പടവും വരച്ചോണ്ടിരിക്കുന്നേ? അങ്ങോട്ട് വാരി കഴിക്കേ. കടി മക്കളെ. എന്താ മോളെ? നിനക്ക് വയറിനോ അല്ല വയ്യായികയുണ്ടോ? എന്താ പറ്റിയേ? നീ മാമനോട് പറ. മക്കള് കഴിക്കേ, കഴിക്കേ. ഒന്ന് മിണ്ടായിരിക്കുമെന്ന്. ഇല്ല, ഞങ്ങൾ ആരും മിണ്ടുന്നില്ല. നീ കഴിക്ക്. നമുക്ക് വേറെ വല്ലതും വേണോ? എനിക്കൊന്നും വേണ്ട, ഞാൻ ഒന്ന് കഴിച്ചോട്ടാ. കടി 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 മക്കളെ. നിനക്ക് വയറിന് അസുഖം വല്ലതും ഉണ്ടോ? എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് വിശക്കുണ്ട്. അങ്ങനെ പോവല്ലേ എനിക്ക് വേണ്ട. നമ്മുടെ പിങ്കി അല്ല. നമുക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. എന്താന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞാലല്ലേ മനസ്സിലാവൂ. അതിപ്പോഴേ ചിലപ്പോ അവക്ക് ആഹാരം ഇഷ്ടപ്പെട്ട് കാണത്തില്ല. ശരിയായി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ജിലേബി ലഡു ഇതൊക്കെ വാങ്ങിച്ചോണ്ട് കൊടുക്കാം. അത് മാത്രമല്ല മാമ, അവക്ക് ഈ പൊറോട്ട ഇറച്ചിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? എന്നാ പിന്നെ മാക്കു ചെന്ന് അതൊക്കെ വാങ്ങിച്ചോണ്ട് പോവാ. മാക്കു അല്ലേ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ ഇഷ്ടമുള്ള ഒക്കെ വാങ്ങിച്ചോണ്ട് പോവാ. ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. നല്ലത്. എന്നാലും അവൾക്ക് എന്ത് പറ്റിയെന്നാണ്. മാമൻ കഴിക്കും. മക്കളെ, പിങ്കി പിങ്കി എന്ത് പറ്റുമോളെ? നീ ഒന്ന് ചിരിക്കണമെങ്കിലും ചെയ്യ്. വേണ്ടേ മാമനെ എന്തെല്ലാം സാധനങ്ങളാ മൂക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചെന്ന് നോക്കിയേ. എനിക്ക് വേണ്ട. അങ്ങനെ പറയല്ലേ. കഴിക്കേ. തട്ടെ തട്ടെ ലഡു. എനിക്ക് വേണ്ട. ഒരെണ്ണം കഴിക്കുമോളെ. ഒന്ന് കഴിക്കേ. എനിക്ക് വേണ്ട. ജിലേബി. വേണ്ട, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജിലേബി. എനിക്ക് വേണ്ട മാമ. പൊന്നു മക്കളെ കഴി. നീ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോ ഞങ്ങക്ക് സഹിക്കുന്നില്ല. മാമൻ കൊണ്ടുവന്നിരിക്കുന്ന നോക്ക്. നല്ല ചൂട് പൊറോട്ടയും ചിക്കൻ റോസ്റ്റും എന്റെ ഫേവറേറ്റ്. എനിക്ക് വേണ്ട. എനിക്ക് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ എങ്ങനെ കഴിക്കുമോളെ? വിശപ്പില്ല. എന്താ നിനക്ക് വിശപ്പില്ലാത്ത? ഈ മാമൻ കഷ്ടപ്പെട്ട് ഇത്ര സാധനങ്ങൾ കൊണ്ടുവന്നാ നിനക്ക് വേണ്ടി മാത്രം. നീ കഴിക്കുന്നില്ലേ? വേണ്ട. പെമ്പിള്ളേർക്ക് ഇത്ര അഹങ്കാരം പാടില്ല. വേണ്ടായോ? നിനക്ക് വേണ്ടായോ? വേണ്ട. ഞങ്ങൾ ഇതുകൊണ്ട് പട്ടിക്കിട്ട് കൊടുക്കും. അതാ നല്ലത്. ബാ മാക്കൂ, വാ മാമ. വേണ്ട, കൊടുക്കണ്ട. വേണ്ട വേണ്ട, കൊടുക്കണ്ട. നീ പട്ടിണി കിടക്കവിടെ. തിന്നണ്ട അവള്. ഒന്ന് പോയി തരുമോ മാമ? നീ ഇങ്ങോട്ട് വാ. അവള് തിന്നണ്ട. വാ. ദൈവമേ, കൺട്രോള് തന്നേന് നന്ദി. അയ്യോ, എന്തൊക്കെ സാധനങ്ങളാണ്. ഇവർക്ക് എൻ്റെ അടുത്ത് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നു. എനിക്ക് വയ്യ. എന്താ ഒരു മനസ്സുഖം. ആഹാ, അവരെയൊക്കെ പറ്റിച്ചപ്പോ എന്ത് സുഖം, എന്തൊരു സുഖം. ഇവനെന്ത് ഈ സമയത്ത് കിടന്നു വിളിക്കുന്നത്? ഹലോ, എന്താണ് അപ്പി? ഡിപ്രഷനാ? ആർക്ക്? എനിക്കാ? എടാ ഒന്ന് വച്ചിട്ട് പോടാ, ചുമ്മാ വെറുതെ. ഓ എടാ, എനിക്ക് ഒരു പ്രശ്നമില്ല കണ്ണാപ്പി. അത് ഞാൻ വെറുതെ ഇട്ടത്. ഓ വെറുതെ ചുമ്മാ ഇരുന്ന് ബോറടിച്ചപ്പെട്ടത്. എന്ത്? എടാ, എനിക്കൊരു പ്രശ്നം ഇല്ലടാ. നീയായിട്ട് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. ഓ ഓ പ്ലീസ് ഒന്ന് പോവോ, ഒന്ന് വയ്ക്കൂ. ഞാൻ
കണ്ണാപ്പി ബൈ ബൈ. വെറുതെ മൂടുന്ന കളിച്ചു. ഇവിടെ ഉള്ള എല്ലാരും മണ്ടന്മാരാണ്. അപ്പൊ എനിക്ക് അഭിനയിക്കാൻ അറിയുന്നുള്ളൂ. വിശക്കുകയും ചെയ്യുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് പോയി നോക്കിയാലോ? തിന്ന് മരിക്കും ഞാൻ. ഇപ്പൊ ഏതെടുക്കട്ടെ? മൊത്തത്തോടെ എടുക്കണ്ട, ചിലപ്പോ അവർക്ക് ഡൗട്ട് അടിക്കും. എല്ലായിടത്തും രണ്ടെണ്ണം വെച്ചെടുക്കും. പ്ലേറ്റ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ് അവിടെ വെച്ച് മാമി എങ്ങനെ കാണിച്ചാൽ പൊറോട്ട അഡ്ജസ്റ്റ് ചെയ്യാം. മുറുക്കിയിട്ടേക്കുന്നു. ജിലേബി ബ്രെഡ് ബ്രെഡ് 2 ജിലേബി ജിലേബി. ബ്രെഡില്ലേ? ബ്രെഡ്. അയ്യോ, ഇതെല്ലാം കൂടെ വയ്ക്കാൻ സ്ഥലമില്ലല്ലോ ഇതിനകത്ത്. ഉണ്ടോ? ചിക്കൻ കറിയാണോ? അയ്യോ, ഇതിപ്പോ എങ്ങനെ കൊണ്ടുപോവാ? ഇതെല്ലാം വച്ചിട്ട് വന്നിട്ട് ഈ വിശപ്പില്ലായ്മയൊക്കെ മാറിയോ? നിന്റെ പ്രശ്നമൊക്കെ മാറിയോ? മക്കളെ കൊള്ളാം, നന്നായിരിക്കും. അപ്പോ പിന്നെ എന്തായിരുന്നു നിന്റെ പ്രശ്നങ്ങൾ? പറയൂ. അതിപ്പം അതെ, എനിക്ക് ഞാൻ രാവിലെ എണീച്ചപ്പോ എനിക്ക് ഭയങ്കര ഒരു ബോറടി. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെയൊക്കെ ഒന്ന് പറ്റിച്ചിട്ട്
നിങ്ങളിൽ ആർക്കാണ് എൻ്റെ അടുത്ത് ഇഷ്ടമെന്ന് നോക്കാം എന്ന്. നല്ല സ്വഭാവം. അങ്ങനെ വിചാരിച്ചല്ലേ? മാക്കു, ഇവളെ വെറും പിങ്കിയല്ല, സൈക്കോ പിങ്കിയാ. ആ. അല്ല എനിക്ക് മോളിങ് നീ വെറും പിങ്കി അല്ലടി, സൈക്കോ പിങ്കി അടി. നീ ഞങ്ങളെ വിഷമിപ്പിക്കല്ലടി. വിഷമിക്കും. ഇങ്ങനെ കാണിക്കോടി, എന്റെ ലഡു പൊടിഞ്ഞു പോയാണ്. വിട് വിട് വിട്.